അമേരിക്കയുടെ എല്ലാ കാലത്തെയും ഉറ്റ സുഹൃത്താണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. നമുക്കറിയാം, രണ്ടാമത്തെ ടേമിൽ ട്രംപ് അധികാരത്തിലേറിയപ്പോൾ ആദ്യം ട്രംപ് ഓടിപ്പോയത് സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാനെ കാണാനാണ് ട്രംപ് ഓടിപ്പോയത്, അവിടുത്തെ രാജാവ്. എന്തായാലും സൗദി അറേബ്യയിൽ ട്രംപ് ആദ്യമായി പോകാനുള്ള കാരണം അമേരിക്കയുടെ താല്പര്യമല്ല, മറിച്ച് ട്രംപിൻ്റെ പല ബിസിനസ് താല്പര്യങ്ങളുമാണ് എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ആ സമയത്ത് ഉയർന്നിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലുണ്ടായപ്പോഴും ട്രംപ് പാകിസ്ഥാനോട് സോഫ്റ്റ് കോർണർ കാണിക്കുന്നത് പല ആൾക്കാരും കണ്ടതാണ്. ഇത് പാകിസ്ഥാനിൽ ട്രംപിൻ്റെ പല ബിസിനസ് സാമ്രാജ്യങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ആ സമയത്ത് വന്നതാണ്. ട്രംപിൻ്റെ മരുമകൾക്കും ട്രംപിൻ്റെ മകനും ട്രംപിൻ്റെ ഭാര്യയ്ക്കുമെല്ലാം അവിടെ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ക്രിപ്റ്റോ നിക്ഷേപങ്ങളുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ആ സമയത്ത് വന്നതാണ്. പലതും സത്യവുമാണ്. എന്തായാലും ഇപ്പോൾ സൗദി അറേബ്യ ട്രംപിന് വേണ്ടി ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാനെയാണ് സൗദി അറേബ്യ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാനോട് ഇപ്പോൾ വ്യക്തമായി പറയുകയാണ്, ഒരു ആണവ കരാറിൽ ചർച്ച നടത്താനുള്ള ട്രംപിൻ്റെ വാഗ്ദാനം നിങ്ങൾ ഗൗരവമായി സ്വീകരിക്കണം, അല്ലെങ്കിൽ ഇസ്രായേലി ആക്രമണത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള ഭീഷണി നിങ്ങൾ നേരിടും. ആ നിർദ്ദേശം നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഇസ്രായേലുമായുള്ള യുദ്ധം ഒഴിവാക്കാൻ നിങ്ങൾ സാധിക്കും. അതായത് ഇറാൻ്റെ ആണവ കരാർ അത് അമേരിക്ക തീരുമാനിക്കും, അമേരിക്ക പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം, അങ്ങനെ കേട്ടില്ലെങ്കിൽ ഇസ്രായേൽ നിങ്ങളെ ആക്രമിക്കും എന്നാണ് ഇപ്പോൾ സൗദി അറേബ്യ ഇറാനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ട്രംപ് ഇറാനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അണുവായുധം നിർമ്മിക്കാനുള്ള എല്ലാ പ്രൊവിഷൻസും ഉണ്ട്, പക്ഷേ അത് നമ്മൾ പറയും പോലെ ആയിരിക്കും, അതായത് അമേരിക്ക പറയുന്നത് പോലെ ആയിരിക്കും. ആണവായുധമല്ല നിങ്ങൾ നിർമ്മിക്കേണ്ടത്, ആണവോർജ്ജം നിങ്ങൾക്ക് വേണമെങ്കിൽ കൃത്യമായി വിനിയോഗിക്കാനുള്ള സൗകര്യം ഒരുക്കി തരാമെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും ഇറാനിൽ ധാതു സമ്പത്ത് വളരെയധികം കൂടുതലുണ്ട്. യുറേനിയം അടക്കമുള്ളവ ഇപ്പോൾ ട്രമൻഡസ് ആയി അവിടെ നിന്നും കണ്ടെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ട്രംപിൻ്റെ അടക്കം കണ്ണ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇറാനെ ഏത് നിലയിലും വരുതിയിലാക്കാൻ ട്രംപ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും ഇപ്പോൾ സൗദി പ്രതിരോധ മന്ത്രി ഇറാൻ പരമോന്നത നേതാവുമായി കൂടിക്കാഴ്ച നടത്തി മുന്നറിയിപ്പ് നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ അസ്ഥിരതയുടെ അപകട സാധ്യതകൾ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് സൗദി അറേബ്യയുടെ 89-കാരനായ രാജാവ് സൽമാൻ ബിൻ അബ്ദുൾ അസീസ് തൻ്റെ മകനും പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള പ്രിൻസ് ഖാലിദ് ബിൻ സൽമാനെ കഴിഞ്ഞ മാസം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് അയക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. എന്തായാലും സൗദി രാജകുമാരൻ ഖാലിദ് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതായിട്ടാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഏപ്രിൽ 17 നടന്ന യോഗത്തിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. ട്രംപിന് ക്ഷമ കുറവാണ് എന്നും ഇറാനോട് ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഖാലിദ് ഇറാനോട് പറഞ്ഞത്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പജ്വോക്ക്, സൈനിക മേധാവി, വിദേശകാര്യമന്ത്രി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ സൗദി ഇറാന് നൽകിയ മുന്നറിയിപ്പിനെ കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിന് ക്ഷമ കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ട്രംപിന് അടിയറവ് പറയണം എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇറാൻ ഇതിന് എന്താണ് മറുപടി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല. സൗദി ഇറാന് 2 ഓപ്ഷനുകൾ നൽകി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലും ഹമാസും ഗാസയും തമ്മിൽ വളരെ കാലമായ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞയെടുത്തപ്പോൾ സൗദി രാജകുമാരൻ പറഞ്ഞു, ആണവ കരാറിൽ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് ട്രംപിൻ്റെ സംഘം ആഗ്രഹിക്കുന്നു. നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ നയതന്ത്ര വഴികൾ ഉടൻ തന്നെ അടഞ്ഞു പോകും. ഇസ്രായേലി ആക്രമണത്തെ നേരിടുന്നതിനേക്കാൾ ഇറാൻ ട്രംപിനെ നേരിടുന്നതാണ് നല്ലതെന്നാണ് സൗദി അറേബ്യ പറഞ്ഞത്. അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഇറാൻ ഇസ്രായേലിൻ്റെ ആക്രമണം നേരിടുക, അല്ലെങ്കിൽ ട്രംപിനെ നേരിടുക. ഈ 2 വഴികളല്ലാതെ നിങ്ങൾക്ക് മുന്നിൽ വേറൊരു സാധ്യതയുമില്ല എന്നാണ് ഇപ്പോൾ സൗദി അറേബ്യ ഇറാന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.